പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയിൽ കർത്താവ് ഒരുക്കിയ എല്ലാ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കുന്നു. അതേ, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവിക പ്രവൃത്തിയും ദൈവിക വിടുതലും നമ്മുടെ ലൈഫിനകത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. വളരെ പ്രാർത്ഥനയോടും ദൈവാശ്രയ ബോധ്യത്തോടും സന്ദേശങ്ങൾ ശ്രവിക്കുക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 126 അധ്യായം അതിൻ്റെ 1-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: യഹോവ സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. വളരെ പ്രധാനപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗമാണ് വായിച്ച് കേൾക്കുവാനിടയായത്. സിയോന്റെ പ്രവാസികൾ മടങ്ങി വരുമെന്ന് സ്വപ്നം പോലും കാണാൻ കഴിയുന്ന ഒരു പദ്ധതിയല്ല, ഒരു പ്രോഗ്രാമല്ല. ദൈവത്തിന് സ്തോത്രം. ഒരു കാരണവശാലും സിയോന്റെ പ്രവാസികൾ മടങ്ങി വരികയില്ല എന്ന് വിധി എഴുതിയെടുത്ത് അവിടെ വായിക്കുന്നത് സ്വപ്നം കാണാൻ പോലും കഴിയാത്തതുപോലെയുള്ള ദൈവിക പ്ലാനുകളും ദൈവിക പദ്ധതികളും ദൈവം വെളിപ്പെടുത്തുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ ആത്മാർത്ഥതയോടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ശത്രു എഴുതിയ പ്ലാനുകൾ കാണും. അങ്ങയുടെ തകർച്ചയെന്നതും അങ്ങയുടെ നാശമെന്നതും ഇല്ലായ്മ എന്നതും ശത്രു എഴുതിയ പ്ലാനുകളായിരിക്കാം. എന്നാൽ അതിനും മുകളിലായി ദൈവം എനിക്ക് വേണ്ടിയും നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും പ്ലാനുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവിക പ്ലാനും ദൈവിക പദ്ധതിയും ദൈവം വെളിപ്പെടുത്തുവാനിടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ വായിക്കുവാൻ കഴിയുന്നത് 2-ാമത്തെ വേദഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്: അന്ന് ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും നിറഞ്ഞിരുന്നു. യഹോവ അവരിൽ വൻകാര്യങ്ങളെ ചെയ്തിരിക്കുമെന്ന് ജാതികളുടെ ഇടയിൽ അന്ന് പറഞ്ഞു. അപ്പോൾ സ്തോത്രം, അന്ന് ഞങ്ങളുടെ വായിൽ എന്തിയാണ്? സ്തോത്രം, ചിരിയും ഞങ്ങളുടെ നാവിന്മേൽ ആർപ്പും. അപ്പോൾ ആർപ്പില്ലാതിരുന്ന, ചിരിക്കാൻ കഴിയാതിരുന്ന സ്തോത്രം, വല്ലാത്തൊരു അടിമച്ചങ്ങലയിൽ അടിമത്തത്തിനകത്തൊതുങ്ങിപ്പോയ ഒരു പറ്റം പ്രവാസികളെ കുറിച്ച് സ്തോത്രം ദൈവത്തിൻ്റെ വചനം പറയുന്നു. അവർ ചിന്തിച്ചത് അവിടം കൊണ്ട് അവസാനിക്കുമെന്നതാണ്. അവർ ചിന്തിച്ചത് ഈ പ്രവാസത്തിൽ കഷ്ടത എന്നത് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുൻപോട്ടുള്ളൂ എന്നുള്ളതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു നല്ല കാലം ഉണ്ടാകത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു പുറപ്പാടുണ്ടാകത്തില്ല, ഇനിയൊരു നന്മയുടെ വശങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ കാണാൻ കഴിയത്തില്ല എന്നാണ് സ്തോത്രം സിയോന്റെ പ്രവാസികൾ പറഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മ പറയാ, നിങ്ങളുടെ വായിൽ ചിരി നഷ്ടപ്പെട്ടു പോയ കാലമുണ്ടല്ലോ, നിങ്ങളുടെ നാവിന്മേൽ ആർപ്പു നഷ്ടപ്പെട്ടു പോയൊരു കാര്യമുണ്ടല്ലോ, അതൊക്കെ നിർത്തലാക്കിയിട്ട് നാവിൽ ആർപ്പു തന്ന് വായിൽ ചിരി തന്ന് വൻകാര്യങ്ങളെ ചെയ്തെടുക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കരം സ്തോത്രം തകർന്ന് തരിപ്പണമാകുമെന്ന് പറഞ്ഞവരുടെ മേൽ ചലിപ്പിക്കുവാൻ ദൈവം സന്നദ്ധനാണ്. ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ നോക്കി ഞാൻ പറയട്ടെ, നിങ്ങളുടെ വേദനപ്പെടുത്തുന്ന വിഷയമില്ലേ, നിങ്ങളെ സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന തുടർമാനമായി സങ്കടങ്ങൾ ആവർത്തിച്ച് സങ്കടങ്ങൾ മാത്രം തരുന്ന വിഷയങ്ങളില്ലേ, ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവിക പ്രവൃത്തി അതേ വിഷയത്തിനകത്ത് ദൈവം ചലിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം കൊടുത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറാക്കുക. ആരൊക്കെയോ പറഞ്ഞില്ലേ, നീ രക്ഷപ്പെടത്തില്ല, നിന്റെ കുടുംബം ഇനി ഒരു ഉയർച്ച കാണത്തില്ല, ഇതോടെ തകർച്ചയാണെന്ന് പറഞ്ഞില്ലേ, അതേ പദത്തിൽ നിന്നുകൊണ്ട് തന്നെ എതിർവശത്ത് നിന്ന് വചനാടിസ്ഥാനത്തിൽ കൈമാറാൻ ആഗ്രഹിക്കുന്നു. ആരൊക്കെയോ പറഞ്ഞ് സ്തോത്രം ഒതുക്കിക്കളഞ്ഞ ചില മേഖലകൾക്കകത്തുനിന്ന് പരിശുദ്ധാത്മ പറയുന്നു, ആർക്കും സ്വപ്നം കാണാൻ കഴിയാത്തതുപോലെയുള്ള ദൈവിക പദ്ധതികൾ, ദൈവിക പ്ലാനുകൾ ദൈവത്തിൻ്റെ പക്കലുണ്ട്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ചിന്തിച്ചതിനും അപ്പുറമായി, നമ്മൾ നനയ്ക്കുന്നതിനും അപ്പുറമായി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സർവവല്ലഭനായ ഒരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര നാളായി, എത്ര കാലമായി പ്രിയമുള്ളവരെ സന്തോഷത്തോടെ ഉള്ളു തുറന്നൊന്ന് സന്തോഷിച്ചിട്ട്, ഉള്ളു തുറന്നൊന്ന് ചിരിച്ചിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. മനസ്സു തുറന്നൊന്ന് ചിരിക്കുകയും മനസ്സു തുറന്നൊന്ന് സ്തോത്രം സന്തോഷിക്കുകയും ചെയ്തിട്ട് എത്ര സമയം
നിരന്തരമായി മാറിയുള്ള പ്രതികൂലങ്ങളും മാറിയുള്ള പ്രതിസന്ധികളും കാരണം ആമേ സന്തോഷിക്കാൻ കഴിയാതെ, ആനന്ദിക്കാൻ കഴിയാതെ എന്നും കരച്ചിലും എന്നും വിലാപവും എന്നും ആമേ സ്തോത്രം പ്രതിസന്ധിയും എന്നും വഴക്കും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾക്കകത്തൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണോ താങ്കൾ? താങ്കളുടെ നീറിപ്പുകയുന്ന വിഷയങ്ങളെ നോക്കി പരിശുദ്ധാത്മ പറയുകയാണ്, അങ്ങെ തിരിച്ചു പിടിക്കാൻ, അങ്ങയ്ക്ക് മറുപടി തന്ന് ആമേ സ്തോത്രം വലിയ സന്തോഷവും വായിൽ ചിരിയും നാവിന്മേൽ ആർപ്പും തരുന്ന സുദിനം വെളിപ്പെടുത്താൻ പോകുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. 137 സങ്കീർത്തനം പഠിക്കുമ്പോഴും ഇതേ സങ്കീർത്തനത്തോട് ചേർത്ത് വെച്ച് പഠിക്കുന്ന വാക്യങ്ങളാണ് അവിടെ പറയുന്നത്. അവിടെ പറയണ, ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നപ്പോൾ എന്ത് ചെയ്തു? കരഞ്ഞു. എന്തുകൊണ്ട് കരഞ്ഞു? ബാബേൽ നദികളുടെ തീരത്തിരുന്ന് ഞങ്ങളുടെ നന്മയുടെ കാലങ്ങളെ ഞങ്ങൾ ഓർക്കാൻ തുടങ്ങി, ഞങ്ങളുടെ കഴിഞ്ഞ കാലങ്ങളെ ഞങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. എന്താണ്? പാട്ടുള്ള കാലം, ആർപ്പുള്ള കാലം, സന്തോഷമുള്ള കാലം, ആ സ്തോത്രം എന്തിനും ഏതും ലഭിക്കപ്പെട്ട ഒരു കാലം. ആ കാലങ്ങളെ ഓർത്ത് അവർ കരയാൻ തുടങ്ങി. എൻ്റെ പ്രിയമുള്ളവരെ, ഞാൻ ഇങ്ങനെയൊന്നും വരേണ്ട വ്യക്തിയല്ല, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അനുഭവിക്കേണ്ട വ്യക്തിയല്ലെന്ന് പലപ്പോഴും നാം നമ്മോട് തന്നെ പറഞ്ഞില്ലേ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത്രയും അധികം ശോധനകൾ, ഇത്രയും അധികം പ്രതികൂലങ്ങൾ എന്ന് ചോദിച്ചില്ലേ? അതിനൊറ്റ മറുപടിയുള്ളൂ പറയാൻ. ദൈവത്തിന് സ്തോത്രം. യഹോവ നമ്മളിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് സ്തോത്രം. പലരും പറയും പാപം ചെയ്തിട്ടാ, പലരും പറയും നീ എന്തോ വലിയ കൊടും തെറ്റ് ചെയ്തിട്ടാണെന്ന് പറയും. പക്ഷെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയാനുള്ളത് മറ്റൊന്നാണ്. പാപിയാണെന്ന് പറയാനല്ല, നീ അവൻ കുറ്റക്കാരനാണെന്ന് പറയാനല്ല, മറിച്ച് യഹോവയ്ക്ക് നമ്മുടെ മേൽ വൻ കാര്യങ്ങളെ ചെയ്തെടുക്കാനുള്ള ഒരു പ്ലാൻ ഉള്ളത് കൊണ്ട്, ഒരു പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഈ സ്തോത്രം വല്ലാത്ത അവസ്ഥയിലൂടെയും ഞെരുങ്ങുന്ന അവസ്ഥയിലൂടെയും സന്തോഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെയും മുൻപോട്ട് പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ വായിക്കുന്നത്, സിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. അപ്പോൾ അവർ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്. എന്താ പ്രിയമുള്ളവർ, ഈ സന്ദേശത്തിന് ദൈവാത്മാവ് നമ്മളോട് പറയാനുള്ളത്? താങ്കൾ പറഞ്ഞില്ലേ, ഈ വിഷയം ആരൊക്കെ കൂടെ നിന്നാലും, എത്രയൊക്കെ പണമുണ്ടെങ്കിലും, എത്രയൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും ഈ വിഷയം ഇനി നടക്കത്തില്ല, ഇനി ഈ വിഷയത്തിനകത്തൊരു നീക്കുപോക ഒക്കെ ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ ചിന്തിച്ചുറപ്പിച്ച ചില വിഷയങ്ങളിലെ അതൊന്ന് റിമെമ്പർ ചെയ്യാൻ കഴിയുമോ? ഈ വിഷയങ്ങൾ ഞാൻ എഴുതി തള്ളിയതാ. ഈ വിഷയങ്ങൾ എന്നോട് പലരും പല വിധത്തിൽ അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആ വിഷയത്തെ എഴുതി തള്ളി മാറ്റിയതാണ്. പക്ഷെ ആ വിഷയത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയാം, നിങ്ങൾക്ക് കഴിയാത്ത കാര്യം എൻ്റെ അടുക്കൽ കൊണ്ടുവരുവേൻ, ഞാനത് നിറവേറ്റി തരാം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവിക പ്രവൃത്തി താങ്കളുടെ ലൈഫിൽ കാണാൻ പോകുക. ഏതു വിഷയമാണോ കരയിപ്പിച്ചത്, ഏതു വിഷയമാണോ നെടുവീർപ്പിടിപ്പിച്ചത്, ഏത് വിഷയത്തിലാണോ താങ്കൾ ഒറ്റപ്പെട്ടു പോയത്, ഏത് വിഷയത്തിനകത്താണോ താൻ ഒതുങ്ങിപ്പോയത്, അതേ പദത്തിൽ നിന്നോട് ദൈവാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്നു. സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള ദൈവിക പദ്ധതി, ദൈവിക പ്രവൃത്തി താങ്കളുടെ ലൈഫിൽ അടുത്ത ദിനങ്ങളിൽ കാണുവാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. വർഷങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കുന്ന, നാളുകൾ കൊണ്ട് നെടുവീർപ്പിടുന്ന, കരയുന്ന വിഷയങ്ങളായിരിക്കാം. ദൈവത്തിന് അതിനകത്തൊരു മറുപടി ചെയ്യാനുണ്ട്. ദൈവത്തിന് അതിനകത്തൊരു വിടുതൽ ചെയ്യാനുണ്ട്. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് ഈ സന്ദേശത്തിന് ആമേൻ പറഞ്ഞു തുടങ്ങുക. എന്താ പറയേണ്ടത്? ദൈവത്തോട് ഉറച്ച് ഉയർന്ന സ്വരത്തിൽ നമുക്ക് പറയാം, കർത്താവേ, അങ്ങ് എന്നിൽ വൻ കാര്യങ്ങളെ ചെയ്യാൻ പോകുന്നല്ലോ. ഞാൻ സ്തോത്രം ഉദ്ദേശിച്ചത്, ഞാൻ ചിന്തിച്ചത് ഇതെൻ്റെ ലൈഫിൽ ഇനി നടക്കത്തില്ല എന്ന, ഞാൻ ചിന്തിച്ചത് എനിക്കൊരു നല്ല കാലം ഉണ്ടാകത്തില്ലെന്ന, എൻ്റെ തലമുറയ്ക്കൊരു നല്ല കാലം ഉണ്ടാകത്തില്ലെന്ന, എൻ്റെ സാമ്പത്തിക വിഷയത്തിനകത്ത് ഞാൻ ഒതുങ്ങിപ്പോകുമെന്ന, എൻ്റെ സ്തോത്രം നന്മകൾ ഇനി എനിക്കൊന്ന് കാണാൻ കഴിയത്തില്ല എന്ന, ഇതൊക്കെ നമ്മൾ പറഞ്ഞത്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മ പറയുന്നു, നമുക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവിക പ്രവൃത്തി നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചലിപ്പിക്കും. വളരെ വിശ്വാസത്തോടും ദൈവാശ്രയ ബോധ്യത്തോടും പ്രാർത്ഥനയോടും കർത്താവ് എനിക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഉറച്ച ബോധ്യത്തോടും നമുക്ക് ആത്മാവിൽ മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.